അമ്മ അത് പോട്ടെ, ഇവന് വയ്യാത്ത അവസ്ഥയാകത്തില്ലേ നമ്മുടെ കാര്യം? മാമന്റെ വീട്ടിൽ കയറി ഇതൊക്കെ നോക്കാൻ പറ്റുമോ? മാമന്റെ വീട്ടിൽ കയറി വല്ലതും മാമന്റെ ഭാര്യ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിനെ പിടിച്ചോണ്ട് പോകുമോ? അതുപോലെ മാമന്റെ DVR എടുക്കുമോ? ഗോപിയുടെ വീട്ടിലെ DVR ആരെങ്കിലും എടുക്കുമോ? ഏതെങ്കിലും ക്യാമറ തൊടുവോ? പിന്നെന്താ മാമ ഇവിടെ പോലീസ് വന്നാലും ഒന്നും എടുക്കാത്ത കേസ് ഞാൻ കൊടുക്കുന്നത്? ഉറപ്പാണേ? മാമനെ വിളിപ്പിക്കും. മാമന്റെ പേര് വെക്കാതിരിക്കണം. പക്ഷെ മാമനോട് ഒരു രോഗം നമ്മൾ ചെയ്യത്തില്ല. മാമൻ പറഞ്ഞ വൈകുന്നേരം എന്നെ പിടിച്ചോണ്ട് വന്ന് ചെയ്യിപ്പിച്ചതാണ്. മാമൻ പറയണം, അത്രേ ഉള്ളൂ. പറയണല്ലോ മാമൻ. എന്റെ തൊട്ടി ഇവൻ രാത്രിയിലൊക്കെ ഇതുവഴി നടക്കുന്നത്. എന്തിനാ മാമ രാത്രി നടന്നത്? 2 മണിക്ക് 1 മണിക്കൊക്കെ എന്താ മാമൻ 2 മണിക്ക് 1 മണിക്കൊക്കെ വല്ലതും പോവോ? വീട്ടിൽ ഉറങ്ങുമല്ലയോ? ഇവൻ ദിവസം നടക്കുമായിരുന്നു. ഈ വസ്തു ഞാൻ പറഞ്ഞപ്പോഴേ എന്തുമാത്രം ഏതൊന്നും കഴിയുമായില്ല. 12 വർഷം ഞാൻ കേട്ട് പറഞ്ഞു. 10 പൈസ കൊടുത്തേക്കാണ് അവന് കൊടുത്തത്. 10 പൈസ കൊടുത്തില്ലയോ? എന്നിട്ട് അവന് കിട്ടിയോ? അപ്പൊ എന്തുമാത്രം നഷ്ടങ്ങൾ വന്നെന്ന് അറിയാമോ മാമൻ? എനിക്ക് നവളയുടെ 20 പോലെ കൊണ്ട് കൊടുത്തതാണ്. ഇപ്പൊ അവിടെ പേര് ചേർത്ത് അവിടെ ചെയ്ത് ഉപകാരത്തിനാ. മാമൻ കണ്ടോ? ഞാൻ പൈസ കൊടുത്തതാ. കണ്ടോ? 1.5 ലക്ഷം. ഇതെല്ലാം കൊടുത്തതാ കേട്ടോ മാമ. കണ്ടോ? 2,35,000 രൂപ കൊടുത്തതാ വിസയ്ക്ക്. എനിക്ക് കിട്ടിയതാ ജോലി. എല്ലാം ഇരിപ്പുണ്ട്. എല്ലാ ബിജു എന്ന് പറഞ്ഞ പന്നനാണ് കേട്ടോ. അവൻ മാത്രമല്ല, അതിന് പിന്നിൽ ആൾക്കാരുണ്ട്. അവനുണ്ട്. അവനാ ഈ പോലീസുകാരെല്ലാം ഇതാക്കുന്നത്. അവന് കുറെ ആൾക്കാരുമാണ്. അവന്റെ ഒരു അനിയനുണ്ട് നടക്കുക. അവനും വീടെല്ലാം പോലെ വെച്ചത് വീട് വെക്കാനായിട്ട് പറഞ്ഞ് അവർക്ക് കൊടുത്തിട്ടില്ല, നമുക്കില്ലെന്ന്. അവർക്ക് 3 രൂപയ്ക്ക് ഉള്ളെന്ന് അവൾ തന്നെ തള്ളയ്ക്കും. അവന്റെ വീടിനൊക്കെ അവകാശം അവരെല്ലാം റെഡിയാക്കി. അവനേ ഉള്ളു. പിന്നെ എന്റെ കൊച്ചു പോവും. കൊച്ചുമോള് പോവും. പിന്നെ 2-3 ആഴ്ച കുടുംബം ചേർത്തല നൈപുണ്യോ അവിടെ അങ്ങാണ്ടാ പഠിക്കുന്നത്. എല്ലാ കാര്യമില്ല. അവന്റെ അനിയനെ നല്ല പേപ്പർ നടക്കുന്നു. അവനെ കൂടെ വീട്ടിൽ പോയി വിളിക്കുന്നു. പെൺപിള്ള തിരിച്ചു പോയില്ല. അവനിനി വന്നു അനിയക്കാരൻ. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. നമ്മളെല്ലാം വല്ലാത്തവന്മാരാ. നാട്ടുകാരാണ് നമ്മളോട് പറഞ്ഞത് ഇതെല്ലാം. അവന്റെ സ്വത്തൊക്കെ പോയെന്നോ പിന്നെ ഏതാണ്ടൊക്കെ സ്വത്ത് എവിടെയൊക്കെയോ പെണ്ണുങ്ങൾക്ക് കൊടുക്കാറൊക്കെയാ പറയുന്ന ആൾക്കാര്. എന്തിനാണ് 103 സ്വർണ്ണം കൊടുത്തിട്ട് എന്തേ? അപ്പൊ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് 30,000 അമ്മയുടെ വെച്ച് 30,000 രൂപ അയച്ചിരുന്നത്. അമ്മയ്ക്ക് അറിയാമല്ലോ. ഞങ്ങള് ലാപ്ടോപ്പ് വാങ്ങിച്ചു, സകല സംഗതികളും AC വരെ വാങ്ങിച്ചായിരുന്നു അവിടെ. നമ്മളെ അവിടെ ഇതുപോലെ നിർത്താതെ രാത്രി ഇതുപോലെ ഇവിടുത്തെ പോലെ തന്നെ രാത്രിയിൽ ഒരു ഓണർ ദാദർ എന്ന് പറഞ്ഞ ഓണർ വന്ന് അവിടെ ഫ്ലാറ്റിനകത്തായിരുന്നു. അവിടെ വന്ന് 2 മണിക്ക് നമ്മുടെ കടയിൽ അടിച്ച് തുറക്കാനായിട്ട് ഇതുപോലെ തന്നെ എല്ലാവരെയും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇവിടുത്തെ പോലെ ശല്യമായിരുന്നു അവിടെ. അതൊന്നും തോന്നുന്നു എല്ലാവരും കൂടെ നമ്മളോട് ഇവനെല്ലാം അറിയാം. ഇവനെങ്ങനെ അറിയുന്നത്? മുക്കുവിന് ഇവിടെ വന്നില്ലയോ? ആ ആളിനെ കുറിച്ച് ഇവനെല്ലാം അറിയാം. ഞങ്ങളുടെ കാര്യം അറിയുന്ന കാര്യം ഇവനാരാ വന്ന എന്റെ വീട്ടിൽ വരുന്ന ഞാൻ എന്റെ കൂടെ താമസിക്കുന്ന ആളുടെ കാര്യം ഇവൻ അറിയുന്ന കാര്യം വല്ലതും ഉണ്ടോ? നമ്മൾ ഇവിടെ വന്നിട്ട് ഇവനോട് നമ്മൾ വല്ലതും പറയുന്നു? അവരവിടെ താമസിക്കാൻ അവരുടെ ഇഷ്ടപ്രകാരം താമസിക്കാനുള്ള എല്ലാ അധികാരമുണ്ട്. നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? പിന്നെ ഇവരെന്തിനാ നമ്മുടെ കാര്യം കേൾക്കാൻ വരുന്നത്? ഇവനാരാ വന്ന
ഇവിടെ പിന്നെ പറയട്ടെ അഭിലാഷിനോട് വോട്ട് വന്ന് ചോദിച്ചു അഭിലാഷ് വന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അല്ല ഞങ്ങൾ ചേട്ടന്മാരുടെ മക്കളെ എന്റെ അല്ല പീലയുടെയാ പല്ല് ചേട്ടന്മാര് നമ്മൾ എല്ലാത്തിനും സാക്ഷി പറഞ്ഞ ഉണ്ണിയമ്മയും കൂടെ അവരെ അവിടെ കണ്ടെത്തരിന്ന് നടക്കുന്നുണ്ട് അവർ സാക്ഷി പറഞ്ഞു തരാം. ഞങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം അവർ സാക്ഷി പറഞ്ഞു തരാം. ഉണ്ണിയമ്മ പിന്നെ ഇവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ ഉപകാരവും ചെയ്യുക. ഞാൻ രമേശിനൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് നമുക്കറിയാം. നാളെ പറയണം. രമേശൻ എപ്പോഴും പോകുന്നുണ്ട്. ഞങ്ങൾ കണ്ടുവരുമോ ഒരു കഴിഞ്ഞ ആഴ്ചയല്ലേ? ഞാൻ കണ്ടില്ല. ആ കഴിഞ്ഞ ആഴ്ചയാ രാവിലെ. കാര്യം എതിരമ്മ പോയ ഭാര്യക്ക് രമേശിന്റെ ഭാര്യക്ക് കൽപ്പകവല്ലി ഇവിടെ പോവാലോ അവര്. അതെല്ലാം പൊട്ടിയാണല്ലോ, എല്ലാം പൊട്ടിയാതൊക്കെ. അവിടെ എന്നും പൊട്ടിയായിരിക്കും. എത്ര വർഷം കൊണ്ട് അതിനാണ് രമേശ് അവിടെ പോയത്. ഒരു ദിവസം രാവിലെ 8 മണി പോലും ആയില്ല. ഭാര്യമായിട്ട് കൊണ്ടാണ് എന്തുവാ അവരുടെ പേരെന്തുവാ? എവിടുത്തെ കാര്യമാണ്? നെടുമങ്ങാട്. ഞാൻ കണ്ടിട്ടില്ല. അറിയാമല്ലോ. നെടുമങ്ങാട് കാര്യല്ലേ? എനിക്കറിയാവുന്ന ഞാനെല്ലാം ചെയ്യുന്നത്. ഇല്ലില്ല. അഭിലാഷ് അഭിലാഷാണ് എന്തോ ചെയ്തത് ഈ ഇവിടെ ചെയ്തതല്ല. ഞങ്ങൾ കുഴപ്പമില്ല. ഇല്ലില്ല. അത് ഈ അഭിലാഷിന്റെ തൊള്ളത്തിൽ ഞങ്ങളെ ഇഷ്ടമല്ല. ഞങ്ങളെ ഒന്നിനും വിളിച്ചിട്ടില്ല. ഡോക്ടറെ കണ്ടുപിടിച്ച അഭിലാഷ് എന്നെ കൊണ്ടിടാന്